إن الفقيه هو الفقيه بفعله ليس الفقيه بنطقه ومقاله وكذا الرئيس هو الرئيس بخلقه ليس الرئيس بقومه ورجاله وكذا الغني هو الغني بنفسه ليس الغني بماله وجماله. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, മോനെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനാണ്, പണ്ഡിതൻ പ്രസംഗിക്കുന്നവനല്ല. പ്രസംഗിക്കാൻ ആർക്കും തൊള്ളയുണ്ടെങ്കിൽ കഴിഞ്ഞേക്കും, പക്ഷേ വ്യക്തി ജീവിതത്തിലാണ് വിശുദ്ധി വേണ്ടത്. അതുപോലെ നേതാവെന്ന് പറഞ്ഞാൽ കുറെ അനുയായികൾ ഉള്ളവനല്ല, സ്വഭാവം നല്ലവനാണ് നേതാവ്. ഐശ്വര്യമുള്ളവനെന്ന് പറഞ്ഞാൽ വലിയ പണക്കാരല്ല, പണമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടണമെന്നില്ല. മനസ്സമാധാനമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. ഓ സഹോദരന്മാരെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുഖ്ലിസായ പണ്ഡിതന്മാരെ നേതാവാണ് കേട്ടോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ മജൂസി ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ കള്ളി ആരോടും പറയില്ല, എന്നാ പോകട്ടെ, അഥവാ ആരെങ്കിലും കണ്ടാലോ, നജസ് തെറിച്ചതും തെറിപ്പിച്ചതും കണ്ടാലോ. മജൂസി ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ന്യായം പറയും. ന്യായം പറയും. നമ്മളാണ് ന്യായം പറയൂലേ? എടോ, നിന്റെ ഈ വീട്ടുവളപ്പിന്റെ മതിലിൽ നജസ് തെറിച്ചത് കണ്ടില്ലേ? കണ്ടു. എങ്ങനെയാ തെറിച്ചതെന്നറിയോ? എങ്ങനെ തെറിച്ചത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് നീ സംഖ്യ തരാത്തത് കൊണ്ട് അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിന്നെ നോക്കി വന്നതാണ് ഞാൻ. വരുന്ന വരവിൽ നജസിൽ കാലുകൊണ്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടിപ്പോയി. ഞാൻ കാല് കുടഞ്ഞപ്പോൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടിയ കാല് കുടഞ്ഞപ്പോൾ നജസ് ആ മതിലിൽ തെറിച്ചു. ഈ എന്റെ കാലിൽ നജസാകാനുള്ള ഉത്തരവാദി ആരാണ്? നീയാണ്. കാരണം നിന്റെ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കേണ്ടത് ഞാനല്ല, അത് നീയാ. നിന്റെ വീട്ടിന്റെ പരിസരം വൃത്തിയാക്കാത്തതിന് ഉത്തരവാദി ഞാനാ. എത്ര സർക്കാർ ചെലവഴിച്ചിട്ട് ഇതാ നിങ്ങൾ വസ്തുക്കളെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇന്ന തൊട്ടിയിലിടണമെന്ന് പറഞ്ഞാലും പിന്നെയും വേസ്റ്റ് സാധനം ആരും കാണാണ്ട് റോട്ടുമ്പിൽ വലിച്ചെറിയുന്ന മനുഷ്യന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്, തഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. എത്ര ആളെ വിസ പോയി. എന്താ കാരണം? ആരായതിനെതിരായി പ്രവർത്തിച്ചത്? കൊതു പ്രവർത്തിച്ചതിന്റെ പേര് അല്ലേ? നമ്മുടെ നാട്ടില് ഇപ്പൊ അടുത്തല്ലേ അൽഹംദുലില്ലാഹ് കൊതുവിന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും പല സ്ഥലത്തും ബസ് സ്റ്റാൻഡ് ഒക്കെ വൃത്തിയായി പോയി. ഞാൻ പറഞ്ഞു വരുന്നത് വൃത്തി, ശുദ്ധി വലിയ വിഷയമാണത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റിഹുഹു സാദ അഖ്ലുഹു. വസ്ത്രം നീറ്റായാൽ മുഷിപ്പ് കുറയും, നല്ല പരിമളമുണ്ടാകുന്ന വാസനയായാൽ അതേ ബുദ്ധി വർദ്ധിക്കും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾ കാണുന്നില്ലേ ഈ നാട്ടിലുള്ള മാന്യന്മാരായ ജനങ്ങളുടെ ജീവിതം? നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് വൃത്തിയുടെ കാരണം നീയല്ലേ, ന്യായം പറയും. രണ്ടാമതായി, നിന്റെ വീട്ടിന്റെ പരിസരത്ത് വെച്ച് എന്റെ കാലിൽ എന്റെ ചെരുപ്പിൽ നജസായതിന്റെ ഉത്തരവാദി ഇവിടെ വൃത്തിയാക്കാത്തതുകൊണ്ട് നീയാണ്. രണ്ടാമതായി, എനിക്ക് നിന്റെ വീട്ടിന്റെ പരിസരത്ത് വരേണ്ടതില്ല, വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് നീയാണ്. കാരണം വാങ്ങിയ സംഖ്യ കൃത്യമായി കൊണ്ടുവന്ന് തരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. അതിനാൽ എന്റെ ചെരുപ്പിന്റെ മേലെ നജസായതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണ്. അതിനാൽ നിന്റെ മതിൽ വൃത്തിയാക്കണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ വൃത്തിയായിക്കോളൂ. എന്റെ ചെരുപ്പിങ്ങോട്ട് വൃത്തിയാക്കി തരണം, എന്റെ സംഖ്യ ആദ്യം അടക്കുകയും വേണം. ഇതല്ലേ നമ്മളാണെങ്കിൽ ന്യായം പറയുക. പക്ഷേ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക, നിന്റെ കഠിന ശത്രുറ്റ മിത്രമായി മാറും. അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം കഴിയുന്ന സ്വഭാവമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മോനെ നിന്റെ ഈ മതിൽ ഞാൻ വൃത്തിയാക്കി തരാം. അതെങ്ങനെ വൃത്തിയാക്കണമെന്ന് അതിനൊരു മാർഗം എനിക്ക് നീ പറഞ്ഞു തരണം. ചുരണ്ടിയാൽ അതിന്റെ തേപ്പ് പോയി പോകും, കഴുകിയാൽ അതിന്റെ പെയിന്റ് പോയി പോകും. അതിനാൽ വഴിയൊന്ന് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ മജൂസി ഈ മഹാനെ സംബന്ധിച്ച് ചിന്തിക്കുന്നു, ഇതെന്തൊരു സംസ്കാരമാണ്.
ഇതെന്തൊരു സംസ്കരണമാണ്, ഇതെന്തൊരു സൽസ്വഭാവമാണ്, ഇതെന്തൊരു വിശാല മനസ്ഥിതിയാണ്, ഇതെന്തൊരു വിജ്ഞാനമാണ്. സുബ്ഹാനല്ലാഹ്, ആ മജൂസിയുടെ മനസ്സിൽ ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രകാശം കടക്കാൻ കാരണമായി പോയി. ആ മജൂസി പറയുന്നു, ഇമാം അബൂ ഹനീഫ, ഈ മനസ്ഥിതി, ഈ സംസ്കരണം എന്റെ മനസ്സിൽ ഒന്ന് ലഭിക്കണം, ഈ വെളിച്ചം എനിക്കും ലഭിക്കണം. അതിന് നിങ്ങളെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ എന്നെയും ഒന്ന് ചേർത്ത് എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണേ. അതിന് നിങ്ങളെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അംഗമാകാൻ മെമ്പർഷിപ്പ് വേണമല്ലേ? നിങ്ങളെ മെമ്പർഷിപ്പ് ഞാനിതാ സ്വീകരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി മജൂസി മുസ്ലിം ആകുന്നു. പറയുന്നു, ഓ ഇമാം അബൂ ഹനീഫ, അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരുവനായി എന്നെയും ഒന്ന് വളർത്തിയെടുക്കണേ, എന്റെ മനസ്സും സംസ്കരിക്കണേ. സഹോദരന്മാരെ, അല്ലേ പണ്ഡിതന്മാരല്ലേ സംസ്കരണ പ്രവർത്തന രംഗത്ത് മുൻപിൽ ഉണ്ടാകേണ്ടത്? അല്ലേ? പക്ഷേ ചില മഹാന്മാർ പറഞ്ഞു, അതേ പണ്ഡിതന്മാർ അവരാണ് സംസ്കരണ പ്രവർത്തന രംഗത്ത് എന്നും മുന്നിലുണ്ടാകേണ്ടത്. തൊഹൂറായ വെള്ളം കൊണ്ടാണല്ലോ കഴുകിയാൽ വൃത്തിയാവുക. സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതും അതല്ലേ തൊഹൂറായ വെള്ളം. ത്വാഹിറായ വെള്ളമാകുമ്പോ അതിന് സ്വന്തം കഴിവില്ലല്ലോ. സ്വന്തം ശുദ്ധി ഉണ്ടെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവില്ലല്ലോ. قل هل يستوي الذين يعلمون والذين لا يعلمون. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമല്ല. അതുകൊണ്ട് അറിവുള്ളവരുടെ നിർദ്ദേശപ്രകാരം അറിവില്ലാത്തവർ ജീവിക്കണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മഹാന്മാർ, അത്തരത്തിലുള്ള മഹാന്മാർ, അവരെ മുഖേനയല്ലേ മറ്റുള്ളവർക്ക് സംസ്കരണം ലഭിക്കുക. ആ സംസ്കരണമല്ലേ മുഖേനം ലഭിച്ചത്. സംസ്കരണമില്ലാത്ത പണ്ഡിതന്മാരെ സംബന്ധിച്ച് അതാ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഉപ്പിട്ടുകൊണ്ടല്ലേ പുഴുക്കുന്നത് വൃത്തിയാക്കേണ്ടത്. അതിന് ഉപ്പ് തന്നെ പുഴുത്താൽ എന്ത് ചെയ്യും? ഉപ്പിട്ടുകൊണ്ടല്ലേ പുഴുക്കുന്നത് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ പുഴുക്കുന്നത് രക്ഷപ്പെടുത്തേണ്ടത്. ഉപ്പ് തന്നെ പുഴുത്താൽ എന്ത് ചെയ്യും എന്ന് പണ്ഡിതന്മാർ ചോദിക്കില്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ പിന്നിലണികർന്ന് സ്വയം സംസ്കരണം ഉണ്ടാക്കാൻ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നാം ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, ആ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവരുടെ എത്ര പേരാണ് ചീത്ത പറഞ്ഞത്? മഹാനവരുടെ മറുപടി പറയാൻ പോയില്ല. അതെല്ലാം മഹാനവരുകൾ ക്ഷമിച്ചു. ഇതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യുഖാതിബുനി السفيه في كل قبح وأكره أن أكون له مجيبا يزيد سفاهة وأزيد حلما كعود زاده الإغراق طيبا. മഹാനവരുകൾ പറഞ്ഞില്ലേ, ആരും ചീത്ത പറഞ്ഞാലും മറുപടി പറയുകയെന്നതിന്റെ ഭയമല്ല, അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സാണ് മനുഷ്യന് വേണ്ടത്. ഏത് നിലയ്ക്ക് ശാരീരികമായ അക്രമമാണെങ്കിലും, അതുപോലെ അതാ മനുഷ്യന്റെ അക്രമം നാവുകൊണ്ടാണെങ്കിലും, ഏത് നിലക്കുള്ള അക്രമമാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ്, ആ മനസ്സുള്ളവൻ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. മൂന്നാമതായി പറയുകയാണ്, സഹോദരാ അക്രമം ചെയ്തവരെ വിട്ടുവീഴ്ച ചെയ്യുക. ഇങ്ങോട്ട് ബന്ധം മുച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. അതിന്റെ പുറമേ അതാ ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. വിശാലമായ മനസ്സ്. കുടുംബ ബന്ധം വഹിക്കുന്നവരാരെങ്കിലും സദസ്സിലുണ്ടോ? കുടുംബബന്ധം വഹിക്കുന്നവൻ അതാ സ്വർഗത്തിൽ കരുതുകയില്ല. നിങ്ങൾ എത്ര തന്നെ കരുതി പറഞ്ഞാലും കുടുംബബന്ധം മുറിച്ചവന്റെ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളെ ഞാൻ പ്രത്യേകമായി പറയട്ടെ, നിങ്ങളെ കുടുംബങ്ങളിൽ ആരെങ്കിലുമായി നിങ്ങൾ പഴകി ജീവിക്കുന്നുണ്ടോ? ഈ സദസ്സിൽ പിരിഞ്ഞു പോയോടാൻ തന്നെ അല്ലാഹുവിന്റെ വഴികളെ കരുതി നിങ്ങൾ കുടുംബത്തെ ടെലിഫോൺ ചെയ്യണം കേട്ടോ. ഭാര്യമാരുമായി പഴകി ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ദുർബലരല്ലേ സ്ത്രീകൾ വയസ്സിൽ പോകുന്നതിൽ സ്ത്രീകളോട് വളരെ
നല്ല നിലക്ക് പെരുമാറണമെന്നല്ലേ, കൂട്ടുജീവിതം നയിക്കണമെന്നല്ലേ ഖുർആനിന്റെ നിർദ്ദേശം. നിക്കാഹ് എന്ന വിഷയം തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. നിക്കാഹ് എന്ന വിഷയം നിങ്ങൾ കണ്ടില്ലേ? രണ്ടേ രണ്ട് ഭാഗമാണല്ലോ ഖുർആൻ തസ്ബീഹിന് വേണ്ടി പഠിപ്പിച്ചത്. അതല്ലേ പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചത്. ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? എന്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. എന്താണ് നിക്കാഹ് ചെയ്തു തന്നു? മലയാളത്തിലുള്ള അർത്ഥം കൂട്ടിച്ചേർത്തു തന്നു. കൂട്ടിച്ചേർത്തു തന്നു പ്രകാരം അർത്ഥം എന്താണ്? നിങ്ങൾ രണ്ടാളും ഒന്നാണ്. ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചൂടുള്ള വെള്ളവും കൂട്ടിച്ചേർന്നപ്പോൾ എല്ലാം കൂടി പേര് ചായ എന്നാണ്. ഇനി നിങ്ങളൊരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒന്നാണ്. മറ്റൊരു വാചകം എന്താണ്? ഇസ്ലാം വെച്ചത് നിക്കാഹിന് ഖുർആനിന്റെ നിർദ്ദേശമുള്ള ഖുർആൻ പഠിപ്പിച്ച വാചകം എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. ഇണ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിന്റെ തുണയില്ലെങ്കിൽ എനിക്ക് പ്രസക്തിയില്ല. അല്ലേ? 1500 രൂപയുടെ ഒരു ഷൂ, അതേ അതിൽ തന്നെ ഒറ്റ ഒന്ന് നിങ്ങൾക്ക് 50 രൂപ തന്നാൽ നിങ്ങൾ വാങ്ങുമോ? ഇല്ല. കാരണം ഇണയില്ലെങ്കിൽ തുണയില്ലെങ്കിൽ എനിക്ക് പിന്നെ പ്രസക്തി. എന്നാൽ അതാ കല്യാണം കഴിക്കുന്നതോടെ ചെറുപ്പക്കാര നിന്റെ ഇണയായില്ലേ ആ പെൺകുട്ടി, പിന്നെ നീ ഇവിടെ വന്നതിന് ശേഷം എടുക്കുന്ന ഫോൺ കമ്മീഷൻ സുബ്ഹാനല്ലാഹ്, റമദാൻ മാസത്തിലെ വിളിച്ചപ്പോൾ ഭാര്യമാരെ കരയിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? എന്റെ സദസ്സിൽ അത്ര ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരിക്കലും തന്നെ രൂപത്തിലായി പോകരുത്. എല്ലാവരോടും കാരുണ്യം വേണം. ഭൂമിയിലുള്ള സർവ്വസൃഷ്ടികളോട് കാരുണ്യം വേണം. ഭാര്യമാരോട് കാരുണ്യം വേണം, മക്കളോട് കാരുണ്യം വേണം. കുടുംബത്തിനാരാണോ അവരാണ് നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി. ഭാര്യമാരോട് സ്വാതന്ത്ര്യപ്പെടുത്തുന്ന അങ്ങനെ വളരെ ദൂരെ അമ്മയും പ്രതീക്ഷിച്ച് കഴിയുന്ന പാവപ്പെട്ട സ്ത്രീകളും അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന വാചകം പറയണം, സന്തോഷമുള്ള വാചകം പറയണം. ഇനി അഥവാ അവരുടെ വാചകം അല്പം പരിസമായാൽ തന്നെ അപ്പോൾ മാത്രം നാം വളരണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ബാപ്പയും ഉമ്മയും അവരെ പൊരുത്തമില്ലാത്ത സംസ്കരണമില്ല. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, തർക്കമില്ലല്ലോ. എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹുവല്ലേ. അവനല്ലാതെ ഗുണം ചെയ്യുന്നവരില്ലല്ലോ, അവനല്ലാതെ കൊടുക്കുന്നവരില്ലല്ലോ, അവനല്ലാതെ അറിയുന്നവരില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം ഞാൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ ആയത്ത് ഓരോ ദിവസം സംസാരിച്ചതാണ്. നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം, നിന്നിൽ നിന്ന് മാത്രം എന്നാണ് ആയത്തിന്റെ തഫ്സീറിന് പേര് കൊടുത്തത്. സഹോദരന്മാരെ, കൊടുക്കുന്നവർ അല്ലാഹു മാത്രമേ ഉള്ളൂ, തടയുന്നവർ അല്ലാഹു മാത്രമേ ഉള്ളൂ, ആരാധനക്കാരൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഏത് സഹായവും അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം റബ്ബിൽ നിന്നാണ്. ആരിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. ആ അല്ലാഹുവിനെ ആരാധനയ്ക്ക് അർഹതയില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന നാം മാതാപിതാക്കൾ നന്മയുടെ കാരണക്കാരാണ്, നമ്മുടെ ജീവിതത്തിന്റെ കാരണക്കാരാണ്. അതിനാൽ അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരോട് കടപ്പാട് വീട്ടണം. അവർക്ക് പ്രായമാകുമ്പോൾ വളരെ വിനയാന്യതരായി സംസാരിക്കണം. അവരെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാചകം പോലും ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത് കേട്ടോ. അതാണ് അനമായ സംസാരമായിരിക്കണം. കാരുണ്യത്തിന്റെ ചെലവ് പ്രായം ചെന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ചും വിരുത്തി കൊടുക്കണമെന്നല്ലേ പറയുന്നത്. അത് നമ്മൾ ഓർമ്മയുണ്ടാകണം. ഹജ്ജിന് പോകുമ്പോൾ പോലും മാതാപിതാക്കളുടെ സമ്മതം വേണമെന്നല്ലേ, വിദേശത്തേക്ക് വരുമ്പോൾ മാതാപിതാക്കളുടെ സമ്മതം വേണമെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കുന്ന സമയത്തും കഴിച്ചതിന് ശേഷവും അവരെ പൊരുത്തം വേണമെന്നല്ലേ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗമെന്നല്ലേ. അതുകൊണ്ട് മാതാപിതാക്കളോട് വലിയ സ്ഥാനം, വലിയ സ്നേഹം കാണിക്കണം. എനിക്ക് ഏറ്റവും സഹവാസത്തിന് ബന്ധപ്പെട്ടവരായി ചോദിച്ചപ്പോ നിന്റെ മാതാവിനല്ലേ മറുപടി? 3 പ്രാവശ്യം ആവർത്തിച്ചല്ലേ മറുപടി? 4ാം തവണയല്ലേ
അബൂബക്കറിന്റെ പിതാവെന്ന് പറഞ്ഞത്. കാരണം ഉമ്മ ദുർബലയാണ്, അതുകൊണ്ട് ഉമ്മാനോടുള്ള സഹവാസം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം ഞാൻ പറയട്ടെ, അറിവില്ലാത്ത ചില ഉമ്മമാരോ അറിവില്ലാത്ത ചില സഹോദരിമാരോ ഭാര്യമാരെ സംരക്ഷിക്കുകയും ഫസാദും പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഭാര്യമാരോട് അക്രമം ചെയ്യുന്നവരായും ചെറുപ്പക്കാരെ പതിച്ചു പോകരുത്. മാതാവിനെയും ഭാര്യയെയും ഒരേ സമയത്ത് നിർത്തിപ്പെടുത്തണം. ഭാര്യ എന്തെങ്കിലും ഒരു ഫിത്ന ഇങ്ങോട്ട്